ഇപ്പോൾ കൂട്ടുകാരെ നമ്മളിനി ഇന്ന് തൊട്ട് കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിച്ചു പോകും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മെയിൻസിന് മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, ജി കെ ഇത്രയാണുള്ളത്. അതിൽ മാത്സും റീസണിങ്ങും അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കൂടുതലും സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷിൽ നിന്നും ജി കെ നിന്നും. ഈ ജി കെയിൽ കൂടുതലും കറണ്ട് അഫയേഴ്സാണ് വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഡെയിലി തന്നെ പഠിച്ചു ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കവരും തന്നെ മെയിൻസിന് പഠിക്കുന്ന പ്രീയുടെ റിസൾട്ട് വന്നിട്ടായിരിക്കും. അപ്പോൾ പ്രീയുടെ റിസൾട്ട് ഒന്ന് ഈ ഒരു 3-4 ആഴ്ചക്കുള്ളിൽ മെയിൻസിൻ്റെ എക്സാം വരും. അപ്പോൾ അത്രയും ദിവസം കൊണ്ട് മെയിൻസ് ലെവൽ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, പിന്നെ കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് ജി കെ, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ അവയർനെസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. മെയിൻസിൻ്റെ എക്സാം എഴുതുന്നവർക്കറിയാം നമ്മുടെ പ്രീ എക്സാമും മെയിൻ എക്സാമും തമ്മിൽ ആടുമ്പോഴത്തെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ പ്രീ എക്സാം ഒക്കെ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അന്ന് തൊട്ട് മെയിൻസിന് വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങുക. അപ്പോൾ മെയിൻസിന് ലാസ്റ്റ് 6 മന്ത് കറണ്ട് അഫയേഴ്സാണ് വരുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഈ സീരീസ് തുടങ്ങാൻ ഇച്ചിരി വൈകിപ്പോയി, എന്നാലും ഇതിന് മുമ്പത്തെ കറണ്ട് അഫയേഴ്സൊക്കെ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്ന് മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ അത് വെച്ച് പഠിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് നമ്മൾ റിവിഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇപ്പോൾ ഡെയിലി കറണ്ട് അഫെയർ പഠിച്ചു എന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പേപ്പറുകളിൽ വായിക്കുന്ന കാര്യങ്ങളായിരിക്കും നാളെ കറണ്ട് അഫെയർ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ 2 തവണ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയും കാലം നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പോൾ പേപ്പർ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ മലയാളം പേപ്പറൊന്നും അല്ല കേട്ടോ. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പേപ്പർ വായിക്കുക. ഇപ്പോൾ അത് ഹിന്ദുവോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സോ അങ്ങനത്തെ ഏതെങ്കിലും നല്ലൊരു ഇംഗ്ലീഷ് പേപ്പർ എടുത്ത് വായിക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് അതിൽ നിന്ന് കിട്ടും. നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ ഇമ്പ്രൂവ് ആവും. നമുക്ക് കുറേ വാക്കുകൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യമൊക്കെ പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒന്നും മനസ്സിലാകത്തില്ല, കുറേ വാക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ നോട്ട് ചെയ്തിട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കി വയ്ക്കുകയോ ചെയ്യുക. അപ്പോൾ ആ വാക്കുകൾ പിന്നെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അങ്ങനെ പയ്യെ വായിച്ച് നിങ്ങളുടെ സ്കില്ല് കൂട്ടുക, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം. DMRC to roll out e-feeder buses from 12th August 2021. അതായത് നമ്മുടെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ 12 ഓഗസ്റ്റ് തൊട്ട് ഇലക്ട്രോണിക് ബസ്സുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 25 ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സാണ് ഇറക്കിയിട്ടുള്ളത്. 2 റൂട്ടിലായിട്ട് ഇറക്കിയേക്കുന്നത്. ഒന്ന് ശാസ്ത്രി പാർക്കിൽ നിന്ന് ഖജൂരി ചൗക്ക് വഴി ഗോപാൽപുരിയിലേക്ക്, പിന്നെ ഒന്ന് ശാസ്ത്രി പാർക്കിൽ നിന്ന് മദർ ഡയറിയിലേക്ക്. അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം, ഇതെല്ലാം മെട്രോ സ്റ്റേഷൻ്റെ പേരുകളാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ബസ്സിൽ കയറണമെങ്കിൽ ഒന്നിൽ നമ്മുടെ ഡൽഹി മെട്രോ സ്മാർട്ട് കാർഡോ അല്ലെങ്കിൽ മെട്രോ DTC സ്മാർട്ട് കാർഡോ വേണം. പിന്നെ ഇത് മെട്രോ സ്റ്റേഷൻ്റെ ഇടയ്ക്ക് ഈ ബസ് ഓടത്തുള്ളൂ. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നമുക്ക് കയറാനും ഇറങ്ങാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഒരിടത്തുനിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഇത് ഡൽഹിനെ കുറിച്ചും DMRCനെ കുറിച്ചും ആയതുകൊണ്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും. ഡൽഹി CM ആരാന്ന് നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ. ആം ആദ്മി പാർട്ടിയിലാണ് പുള്ളിയുള്ളത്. ഇനി ഡൽഹിയുടെ ഡെപ്യൂട്ടി CM മനീഷ് സിസോഡിയാണ്. ലഫ്റ്റനൻറ്റ് ഗവർണർ അനിൽ ബൈജാലാണ്. ഇനി DMRC ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ. ചെയർമാൻ ശ്രീ ദുർഗശങ്കർ മിശ്ര, MD മൻഗു സിംഗ്. നമ്മുടെ ഈ ഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയാണ്. അതിൻ്റെ അകത്താണ് ന്യൂഡൽഹി വരുന്നത്. ഈ ന്യൂഡൽഹിയാണ് നമ്മുടെ ക്യാപിറ്റൽ. ഓക്കെ, അടുത്ത് IIT ഡൽഹി ആൻഡ് എയിംസ് ഡെവലപ്ഡ് ടെലി റോബോട്ടിക് അൾട്രാസൗണ്ട് സിസ്റ്റം. അതായത് IIT ഡൽഹിയും എയിംസും കൂടെ ചേർന്നിട്ടൊരു റോബോട്ടിക് അൾട്രാസൗണ്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു രോഗിയുടെ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാനായിട്ട് റേഡിയോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഡോക്ടറിനോ രോഗിയുടെ അടുത്ത് നിൽക്കണ്ട, അവർക്ക് കുറച്ച് മാറി നിന്നിട്ട് സ്കാനിൻ്റെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി IIT ഡൽഹിയുടെ ഡയറക്ടർ വാലിപ്പെ രാംഗോപാൽ റാവു ആണ്. എയിംസിൻ്റെ ഡയറക്ടർ രൺദീപ് ഗുലേറിയാണ്. അപ്പോൾ ഈ പേരൊക്കെ ഓർത്തൊക്കെ അനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടോ, പക്ഷേ നമ്മൾ 2-3 തവണ ഈ പേരൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്കിത് ഓർമ്മയിൽ വെക്കും. ഓക്കെ, അടുത്തത് AMO Electric Vehicles Manufacturer announced 343% growth in first half of 2021. അതായത് AMO മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ കമ്പനി ഉണ്ട്, ഇലക്ട്രിക് വെഹിക്കിളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ 353% ഗ്രോത്ത് ഉണ്ടായെന്ന് പറയുന്നത് ഈ 2021 6 മാസം കൊണ്ട്. ഓക്കെ, അപ്പോൾ AMO ഇത് നോയിഡ ബേസ്ഡ് കമ്പനിയാണ്. ഈ നോയിഡ എവിടെയാണ്? യുപിയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ. ഇനി നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് സുശാന്ത് കുമാറാണ്. ഇനി യുപിയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ. യുപിയുടെ CM ആരാന്നറിയാം, യോഗി ആദിത്യനാഥ്. യുപിയുടെ ഗവർണർ അനന്തിബെൻ പട്ടേലാണ്. ഓക്കെ, അടുത്തത് കൊറിയൻ ടൂറിസം ഓർഗനൈസേഷൻ കൊളാബറേറ്റ്സ് വിത്ത് കൊറിക്കാർഡ്.com വിച്ച് ഇസ് എ ലീഡിംഗ് ഓൺലൈൻ കൊറിയർ സ്റ്റോർ. ഓക്കെ, നമുക്ക് ഈ കൊറിയൻ പ്രോഡക്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റുന്നൊരു സൈറ്റാണ് കൊറിക്കാർഡ്.com. ഇപ്പോൾ കൊറിയൻ ടൂറിസം ഓർഗനൈസേഷനും ഈ സൈറ്റുകാരും കൂടെ ചേർന്നിട്ട് ഈ സൈറ്റിൽ കുറേ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഓക്കെ, കൊറിക്കാർഡ്.comൻ്റെ CEO യങ്ഡു ആണ്. അടുത്ത് ONGC സപ്പോർട്ടഡ് ആസാം ഹാൻഡ്ലൂം പ്രോജക്റ്റ് ഉജ്ജ്വൽ അബഹാൻ ലോഞ്ച്ഡ് ഓൺ 6th ഓഗസ്റ്റ്. അതായത് ഓഗസ്റ്റ് 6-ാം തീയതി നമ്മുടെ ONGCയുടെ അതായത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ്റെ സപ്പോർട്ടോടുകൂടി ആസാമിലൊരു ഹാൻഡ്ലൂം പ്രോജക്റ്റ് നടപ്പാക്കി. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ പേര് ഉജ്ജ്വൽ അബഹാൻ എന്നാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിനോട് എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആസാമിലെ ശിവസാഗർ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്, അവിടുത്തെ ഭട്ടിയാപ്പാറ എന്നൊരു വില്ലേജിലെ 100 പേർക്ക് ഈ കൈത്തറിയിൽ ട്രെയിനിങ് കൊടുക്കുക.
ഓക്കെ. ഇനി നമ്മുടെ ONGC ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. CEO ശശി ശങ്കറാണ്. ഇനി ആസാമിൻ്റെ ക്യാപിറ്റൽ ദിസ്പൂർ. CM ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അടുത്ത ഗവർണർ ജഗദീഷ് മുഖിയാണ്. ഓക്കെ. അടുത്തത് സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ നബാർഡ് ജോയിൻ ഹാൻഡ്സ് ടു ഹെൽപ്പ് FPOs, അതായത് ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷനും നബാർഡും കൂടെ ജോയിൻ ആവുകയാണ്. അപ്പോൾ ഈ ഒരു കൊളാബറേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാർമേഴ്സിന് വേണ്ടിയിട്ടുള്ള മോഡേൺ സ്റ്റോറേജ് ഫെസിലിറ്റീസ് കൊടുക്കുക, പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ 30% റിബേറ്റിൽ പ്രൊവൈഡ് ചെയ്യുക, പിന്നെ റിമ്യൂണറേറ്റീവ് പ്രൈസ് കൊടുക്കുക, അതായത് താങ്ങുവില കൊടുക്കുക, അതായത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഒരു മിനിമം വിലയ്ക്ക് എടുക്കുക. ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ, നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിൽ. CEO ഡോക്ടർ GR ചിന്താലയാണ്. ഓക്കെ. അടുത്ത് നാഷണൽ ഫിഷറീസ് ബോർഡ് സൈൻസ് MOU വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ടു എക്സ്റ്റെൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ത്രൂ ദ ബാങ്ക്. അതായത് നമ്മുടെ നാഷണൽ ഫിഷറീസ് ബോർഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് വഴി ചേർന്നിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബാങ്ക് വഴി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ നാഷണൽ ഫിഷറീസ് ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദിലാണ്. അതിൻ്റെ CEO MSI റാണി കൗമുദി IAS. ഇനി PNBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ. MD ആൻഡ് CEO CHSS മല്ലികാർജുന റാവു ആണ്. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ടാഗ്ലൈൻ ദ നെയിം യു ക്യാൻ ബാങ്ക് അപ്പോൺ. ഓക്കെ. അടുത്ത് പബ്ലിക് റിലേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ്സ് MS അഞ്ജു മഹാജൻ ഓഫ് ഇന്ത്യൻ ഓയിൽ ആസ് ചാപ്റ്റർ ചെയർപേഴ്സൺ. അതായത് പബ്ലിക് റിലേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ MS അഞ്ജു മഹാജനെ ചാപ്റ്റർ ചെയർപേഴ്സണായിട്ട് നിയമിച്ചു. ഈ പബ്ലിക് റിലേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തൊരു സൊസൈറ്റിയാണ്. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ഈ പ്രൊഫഷൻ എന്താണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക, പിന്നെ പബ്ലിക് റിലേഷനകത്തെ സ്റ്റഡിയും റിസർച്ചൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഇവരുടെ ഉദ്ദേശം. ഇപ്പോൾ IOCLൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ചെയർമാൻ ശ്രീകാന്ത് മാധവ് വൈദ്യാണ്. ഓക്കെ. അടുത്ത് ട്രൈഫെഡ് കണ്ടക്ട്സ് മീറ്റിംഗ് പ്രൊമോട്ടിംഗ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എ കോംപ്രിഹെൻസീവ് നെറ്റ്വർക്ക് ഓഫ് വൻധൻ കേന്ദ്ര ക്ലസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ആസാം. അതായത് ആസാമിലുടനീളം വൻധൻ കേന്ദ്ര ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കാനായിട്ട് ട്രൈഫെഡ് ഒരു മീറ്റിംഗ് കൂടുകയാണ്. ഈ ട്രൈഫെഡ് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്നൊരു ഓട്ടോണമസ് ബോഡിയാണ്. അപ്പോൾ ഈ വൻധൻ കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ട്രൈബ്സിന് അവർ ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതിന് അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുക, പിന്നെ അവർക്ക് വേണ്ട നോളജ് കൊടുക്കുക, പിന്നെ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആരെന്നറിയാലോ, അർജുൻ മുണ്ടയാണ്. ഓക്കെ. അടുത്ത കർണാടക ഗവൺമെൻറ് ബാൻസ് ഗാർലാൻഡ്സ് ഷോൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ ഒഫീഷ്യൽ പ്രോഗ്രാംസ്. അതായത് കർണാടക ഗവൺമെൻറ് നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാംസിലെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പൂമാല ഇടുക, പിന്നെ ഷോൾ ഇടുക, പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവയ്ക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അവരെ ആദരിക്കുന്ന പരിപാടിയുണ്ട്, പിന്നെ പൊന്നാട് അണിയിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കോവിഡൊക്കെ ആയിട്ട് ചിലവൊക്കെ ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പരിപാടിയെല്ലാം കർണാടക ഗവൺമെൻറ് ബാൻ ചെയ്തു. ഓക്കെ. അപ്പോൾ ഇനി കർണാടക ക്യാപിറ്റൽ ബാംഗ്ലൂരാണ് നമുക്കറിയാം. CM ബസവരാജ് ബൊമ്മയാണ്. ഗവർണർ തവാർചന്ദ് ഗെഹ്ലോട്ടാണ്. ഓക്കെ. അടുത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ പാസ്ഡ് ബിൽസ് ഓൺ റീസ്റ്റോറിംഗ് ദ റൈറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻ മേക്കിംഗ് OBC ലിസ്റ്റ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് OBC ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള അവകാശം തിരികെ കിട്ടുന്ന ബില്ല് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി. ഓക്കെ. നമ്മുടെ ഇപ്പോഴത്തെ ലോക്സഭ സ്പീക്കർ ഓം ബിർളയാണ്. രാജ്യസഭ സ്പീക്കർ നമ്മുടെ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു. ഓക്കെ. അടുത്തത് ദ ന്യൂലി ഫോംഡ് ഡൽഹി ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഓൺ വെനസ്ഡേ സൈൻഡ് എഗ്രിമെൻറ്റ് വിത്ത് ഇന്റർനാഷണൽ ബക്കാലോറേറ്റ് ടു ബ്രിങ് വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ഇൻ ഗവൺമെൻറ് സ്കൂൾസ്. ഈ ഇൻ്റർനാഷണൽ ബക്കാലോറേറ്റ് എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ കിട്ടണം. അപ്പോൾ ഈ ഒരു ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻ്റർനാഷണൽ ബക്കാലോറേറ്റ്. അപ്പോൾ നമ്മുടെ ഡൽഹി ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനും ഈ ഇൻ്റർനാഷണൽ ബക്കാലോറേറ്റും കൂടെയും ചേർന്നിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള സ്കൂളുകൾക്ക് ഒരു ഹൈ സ്റ്റാൻഡേർഡുള്ള എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അപ്പോൾ ഈ IB എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള സ്കൂളുകൾ വിസിറ്റ് ചെയ്യും. അപ്പോൾ എന്നിട്ട് ഈ സ്കൂളുകൾക്ക് എന്താണ് ഇല്ലാത്തത്, എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും. അതാണ് ഈ IBയുടെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഹൊള്ളി പെക്ക ഹെയ്നോണനാണ്. ഓക്കെ. അടുത്തത് ഡൽഹി ഗവൺമെൻറ് ലോഞ്ച് റിസോഴ്സ് സെൻറ്റർ അറ്റ് RK Puram വിച്ച് വിൽ പ്രൊവൈഡ് ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി ആൻഡ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അതായത് ഡൽഹി ഗവൺമെൻറ് ഈ സ്പെഷ്യൽ കെയർ വേണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് സെൻറ്റർ RK പുരത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അടുത്ത് ഡൽഹി CM ലോക്ക്ഡ് RT ഓഫീസസ് ആൻഡ് ലോഞ്ച്ഡ് ഓൺലൈൻ സർവീസസ്. ഓക്കെ. ഡൽഹി CM RT ഓഫീസിലെ സർവീസ് എല്ലാം ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ ഇപ്പോൾ നമ്മുടെ RT ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഏകദേശം 33 സർവീസസ് ഓൺലൈനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് RT ഓഫീസിലെ തിരക്ക് ഒഴിവാക്കുക, പിന്നെ ഈ ഇടനിലക്കാരെ ഒഴിവാക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റൊന്നും ചിലപ്പോൾ ഓക്കെ എന്ന് വരത്തില്ല. അപ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈസൻസ് ഒക്കെ പുതുക്കാനായിട്ട് നമുക്കിപ്പോൾ ടൈം ഇല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഏതെങ്കിലും ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ട് പോകും. അപ്പോൾ ഈ ഓൺലൈനായിട്ട് ഇത് ആക്കുവാണെങ്കിൽ ഇത് നമുക്ക് തന്നെ സമയമുള്ളപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ സംഭവം ചെയ്തത്. ഓക്കെ, അടുത്തത് On August 6, Prime Minister Narendra Modi announced that Rajeev Gandhi Khel Award will be renamed as Major Dhan Kendra. ഓക്കെ, അതായത് നമ്മുടെ രാജീവ് ഗാന്ധി ഖേൽ അവാർഡ് ഇനി തൊട്ട് മേജർ ധ്യാൻചന്ദ് ഖേൽ അവാർഡ് എന്നായിരിക്കും അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ് ഒരു രാജീവ് ഗാന്ധി അവാർഡ് ഓഫ് എക്സലൻസ് ഇൻ IT എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് അനൗൺസ് ചെയ്തു. അപ്പോൾ ഈ അവാർഡ് ഓഗസ്റ്റ് 20 ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്. അന്നാണ് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ബർത്ത്ഡേ. ഓക്കെ, അടുത്തത് ജസ്റ്റിസ് റോഹിട്ടൻ നരിമാൻ റിട്ടയർഡ്. അപ്പോൾ ഇന്നലെ നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ജസ്റ്റിസ് നരിമാൻ ഇന്നലെ റിട്ടയറായി. അപ്പോൾ അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജ് ആവുന്നതിന് മുമ്പ് സോളിസിറ്റർ ജനറലൊക്കെ ആയിരുന്നു. പിന്നെ ഡയറക്റ്റായിട്ട് സുപ്രീം കോടതി ജഡ്ജായിട്ട് അപ്പോയിൻ്റ് ആവുന്ന 5ാമത്തെ ലോയറാണ് അദ്ദേഹം. പിന്നെ ഒരുപാട് പ്രധാനപ്പെട്ട കേസുകളിൽ അദ്ദേഹം വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ചിലത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിനകത്തെ 81 വിധികൾ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. പിന്നെ നമ്മുടെ ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ കയറ്റാമെന്നുള്ള വിധി അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അത് എഴുതിയിട്ടില്ല കേട്ടോ. പിന്നെ റിവ്യൂ പെറ്റീഷൻസ് ഫയൽഡ് ബൈ കണ്ടംപ്റ്റ് പ്രിസണേഴ്സ് ഷുഡ് ബി ഹേർഡ് ഇൻ ഓപ്പൺ കോർട്ട് ആൻഡ് നോട്ട് ഇൻ ജഡ്ജ് ചാമ്പേഴ്സ്. അതായത് ഈ കണ്ടംപ്റ്റ് പ്രിസണേഴ്സ് എന്ന് പറഞ്ഞാൽ മരണശിക്ഷ കാത്തു വെക്കുന്ന പ്രിസണേഴ്സ് എന്നർത്ഥം. അപ്പോൾ അവർ ഫയൽ ചെയ്യുന്ന റിവ്യൂ പെറ്റീഷൻസ് ജഡ്ജസിൻ്റെ ചേമ്പേഴ്സിലല്ല ഓപ്പൺ കോർട്ടിൽ ഹിയർ ചെയ്യണം എന്നുള്ള ഒരു വിധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ IT ആക്ടിലെ 66A എന്ന് പറയുന്ന സെക്ഷൻ അദ്ദേഹം മാറ്റി. 66A എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരായിട്ട് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിടിച്ച് ജയിലിടാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇദ്ദേഹം മാറ്റി. പിന്നെ ഈ ഡീക്രിമിനലൈസ്ഡ് ഹോമോസെക്ഷുവാലിറ്റി, അതായത് സ്വർഗ്ഗരതി എന്ന് പറയുന്ന സംഭവം ഇവിടെ ക്രൈമായിരുന്നു, അത് അദ്ദേഹം മാറ്റി. പിന്നെ ഇത് ക്രിമിനൽ ഹിസ്റ്ററി ഓഫ് ഇലക്ഷൻ കാൻഡിഡേറ്റ്സ് ഷുഡ് ബി പബ്ലിഷ്ഡ്. അതായത് ഇലക്ഷന് മുമ്പ് ഈ കാൻഡിഡേറ്റ്സിന് എന്തെങ്കിലും ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഈ പാർട്ടിയുടെ ഹോം പേജിലോ എവിടെയെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു വിധി അദ്ദേഹം പ്രഖ്യാപിച്ചായിരുന്നു. ഓക്കെ, അടുത്തത് രാജ്യസഭ പാസ്ഡ് ഇൻഷുറൻസ് ബിൽ. രാജ്യസഭ പുതിയൊരു ഇൻഷുറൻസ് ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബില്ല് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിന് പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസിലുള്ള ഷെയർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഇനി ഇൻഷുറൻസ് കമ്പനീസിൽ ഒരു ഷെയർ ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനീസ് കംപ്ലീറ്റ് പ്രൈവറ്റ് ആയിരിക്കും ഇനി. ഓക്കെ, അടുത്തത് Joe Biden to host Democracy Summit in December around 3 themes: defending against authoritarianism, fighting corruption and promoting respect for human rights. അതായത് ഡിസംബറിൽ നമ്മുടെ US പ്രസിഡൻറ്റ് ജോ ബിഡൻ ഡെമോക്രസി സമ്മിറ്റ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 3 തീമിലാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ഡിഫെൻഡിങ് അഗെയിൻസ്റ്റ് ഓതോറിറ്റേറിയനിസം. ഓതോറിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഓതോറിറ്റേറിയൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ബാക്കി എല്ലാവരും ഈ ഗവൺമെൻറ് അടിമപ്പെട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അടിമപ്പെട്ട് ജീവിച്ചോണം. അതാണ് ഓതോറിറ്റേറിയനിസം. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുക. പിന്നെ ഫൈറ്റിംഗ് കറപ്ഷൻ, അതായത് അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യുക. പ്രൊമോട്ടിംഗ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്. അപ്പോൾ ഈ 3 തീം ബേസ് ചെയ്തിട്ട് ഒരു ഡെമോക്രസി സമ്മിറ്റ് ഡിസംബറിൽ ജോ ബിഡൻ കണ്ടക്ട് ചെയ്യുകയാണ്. ഇത് വിർച്വലായിരിക്കും, മറ്റേപാടെ നടക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി അടുത്തത് ചൈന അപ്രൂവ്ഡ് ഫസ്റ്റ് മിക്സ്ഡ് വാക്സിൻ ട്രയൽസ് ആസ് ഡെൽറ്റ വേരിയൻ്റ് സ്പ്രെഡ്സ്. നമ്മുടെ ചൈന വാക്സിൻ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ക്ലിനിക്കൽ ട്രയലിന് അനുമതി കൊടുത്തു. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ 2 ഡിഫറെൻറ്റ് ടൈപ്പ് വാക്സിൻ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ എഫിഷ്യൻസി ഒക്കെ നമ്മൾ പരീക്ഷിക്കും. അപ്പോൾ ചൈന ഇതിൽ ഏതൊക്കെ മിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൈനയുടെ തന്നെ ഒരു ഇനാക്ടിവേറ്റഡ് വാക്സിനും പിന്നെ US-ൻ്റെ ഒരു DNA ബേസ്ഡ് വാക്സിനും. അപ്പോൾ ഇത് 2 മിക്സ് ചെയ്തിട്ടാണ് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ പഠനങ്ങൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഡിഫറെൻറ്റ് വാക്സിൻ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മുടെ ശരീരത്തിലുണ്ടാവുമെന്ന് പറയുന്നത്. എന്തായാലും നോക്കാം. അടുത്തത് നീരജ് ചോപ്ര ഈസ് ദ മോസ്റ്റ് ഫോളോഡ് ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ്. ഓക്കെ, നമ്മുടെ നീരജ് ചോപ്ര നമ്മുടെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇപ്പോൾ 3.2 മില്യണായി. അപ്പോൾ നീരജ് ചോപ്രയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉള്ള ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സിലെ 10 മാജിക് മൊമെൻറ്റ്സിൽ ഒന്നാണ് നമ്മുടെ നീരജ് ചോപ്രയുടെ ഗോൾഡ് വിന്നിംഗ് ജാവലിൻ ത്രോ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.